നമുക്കും ഇതേപോലെ ഏജ്ഡ് ആയിട്ട് വരുമ്പോൾ ഡിമെൻഷ്യ വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, മറവി രോഗം പോലെയുള്ള സംഭവങ്ങൾ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഡോക്ടറെ ചെയ്യേണ്ടതെന്ന് ക്ലിനിക്കിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതിന് എനിക്ക് അവരോട് പറയാനുള്ള ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമെൻഷ്യ പലതരത്തിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അൽഷിമേഴ്സ് ഡിമെൻഷ്യ, പിന്നെ ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, അങ്ങനെ പല തരത്തിലുണ്ട്. ഇതിൽ നമ്മൾ ന്യൂറോ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് അതാണല്ലോ ഡിമെൻഷ്യക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അത് നമ്മളുടെ ബ്രെയിനിൽ ഏത് ലോബിലാണ് ബാധിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പറയുകയാണെങ്കിൽ മിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾഡ് ആയിട്ട് വരും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ബ്രെയിൻ നല്ലൊരു ഹാപ്പിലി എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇങ്ങനെ ഒരുവിധം കൺട്രോൾഡ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സ്, ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വായനാശീലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് വായനാശീലമൊക്കെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പിന്നെ നല്ല യാത്രകൾ ചെയ്യുക, പുതിയ പുതിയ കാഴ്ചകൾ കാണുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ